വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMA-യുമായി കണ്ണൂർ പാലക്കാട് സ്വദേശികളായ യുവാക്കൾ പിടിയിൽ. സംസ്ഥാനത്തേക്ക് വിവിധയിടങ്ങളിൽ ലഹരി എത്തിക്കുന്ന ശൃംഖലയിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായതെന്നാണ് നിഗമനം. തലശ്ശേരി സുഹമ മൻസിൽ TK ലാസിം, പാലക്കാട് മണ്ണാർക്കാട് പാട്ടക്കുണ്ടിൽ വീട്ടിൽ ഹാഫിസ് എന്നിവരെയും സംസ്ഥാനത്തേക്കുള്ള ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണി കണ്ണൂർ ആനയിടക്ക് ആമിനാസ് വീട്ടിൽ ബാവു എന്ന തബ്ഷീറിനെയുമാണ് മീനങ്ങാടി SHO PJ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ലാസിം, ഹാഫിസ് എന്നിവർ ഇന്ന് രാവിലെയാണ് മീനങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിയിലാകുന്നത്. രാവിലെ 9:30-യോടെ പെട്രോളിംഗിനിടെയാണ് യുവാക്കളെ പോലീസ് കണ്ടെത്തുന്നത്. ഇവർ പരിഭ്രമിച്ചതോടെ പരിശോധന നടത്തി. പിടികൂടിയത് 348 ഗ്രാം MDMA. മീനങ്ങാടി സ്വദേശിക്ക് വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം. ബംഗളൂരുവിൽ നിന്ന് 3 ലക്ഷം രൂപയ്ക്കാണ് MDMA വാങ്ങിയത്. നൈജീരിയൻ സ്വദേശിയാണ് ഇത് കൈമാറിയതെന്നും ഇരുവരും മൊഴി നൽകി. മീനങ്ങാടി സ്വദേശിയെയും നൈജീരിയക്കാരനെയും കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി. സംസ്ഥാനത്തേക്കുള്ള ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയായ തബ്ഷീറിനെ പോലീസ് പിടികൂടുന്നത് ഏറെ നാളായുള്ള നിരീക്ഷണത്തിലൊടുവിലാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് ഇയാൾ വലയിലാകുന്നത്. 2023 ഡിസംബറിൽ 18.38 ഗ്രാം MDMA-യുമായി മലപ്പുറം സ്വദേശിയെ മീനങ്ങാടി പോലീസ് പിടികൂടിയിരുന്നു. ഇയാൾക്ക് ലഹരി എത്തിച്ചു നൽകിയവരിലെ പ്രധാനിയാണ് തബ്ഷീർ. പ്രതിക്ക് കർണാടകയിലും കേരളത്തിലും നിരവധി ലഹരി കേസുകളുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.